ഏത്തയ്ക്ക ഒന്ന് ആവി എടുത്തതാണ് മുത്തുമണി. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അണ്ണൻ ഇങ്ങനെ ഓരോന്ന് കൊണ്ടു കൊടുക്കട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ നോക്കണം ഇനി 7-8 ദിവസം. അപ്പോൾ നമ്മൾ 3-4 ദിവസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്ത് കൊറിയറാണ്. എല്ലാം കൂടി ഒരുമിച്ച് വന്ന് ഇങ്ങനെ കിടന്നു കേട്ടോ. അപ്പോൾ ഇതേ ആദ്യത്തേത് കുക്കിംഗ് ഗ്ലൗസ് ആണ്. ഇതെനിക്ക് അത്യാവശ്യമാണ്. ബുദ്ധിക്ക് ഇച്ചിരി 50 പൈസയുടെ കുറവുള്ളൊരു കുട്ടിയായതുകൊണ്ട് ഞാൻ എപ്പോഴും ചീനച്ചട്ടിയിലൊക്കെ അറിയാതെ പെട്ടെന്ന് വെപ്രാളത്തിൽ കയറി പിടിക്കും, എപ്പോഴും കൈവെള്ളും. പിന്നെ ഇതാ ഇതിങ്ങനെ നമ്മുടെ താക്കോലൊക്കെ തൂക്കിയിടുന്ന ഒരു സാധനം. എപ്പോഴും സ്കൂട്ടിയുടെയും കാറിൻ്റെയും വീടിൻ്റെയും കീ ഒക്കെ അവിടെ എവിടെയൊക്കെ കൊണ്ടുവയ്ക്കും കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യമായിരുന്നു. പിന്നെ ഞാൻ പൊന്നൂസിന് കുറേ ബണ്ണ് വാങ്ങിച്ചു, പല കളറിലുള്ള ബണ്ണുകൾ. അവൾക്കിടയ്ക്കിടയ്ക്ക് വേറെ വേറെ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് മുടി കെട്ടി കൊടുക്കാമല്ലോ. അടുത്തത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ വലുത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഈ ചോറ് കഴിക്കുമ്പോഴൊക്കെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ജ്യൂസ് കൊടുക്കാം, ചായ കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ അടിയിൽ വെക്കാം. പേരെന്ന് അറിഞ്ഞുകൂടെ അങ്ങ് ഓർഡർ ചെയ്തു. എന്തായാലും സംഭവം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്ത് എനിക്ക് അബദ്ധം പറ്റുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് മേക്കപ്പ് ചെയ്യുന്ന ബ്രഷ് ഇതല്ല കേട്ടോ ഉദ്ദേശിച്ചത്, പക്ഷേ വന്നപ്പോൾ ഇതായിപ്പോയി. പിന്നെയും ഞാൻ ആഗ്രഹം തോന്നി വാങ്ങിച്ചാണ് ഈ സീമന്തം സെറ്റ് എന്ന് പറഞ്ഞപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നല്ലോ. ഈ പ്രഗ്നൻ്റ് ആയ ആൾക്കാർക്കൊക്കെ സീമന്തം ചെയ്യുമ്പോൾ ഇടുന്ന വളയാണ്. ഞാൻ അങ്ങനെ കുപ്പികളെ ഉപയോഗിക്കുന്ന ഒരാളല്ല, പക്ഷേ എനിക്ക് ഒരു കൊതി തോന്നി വാങ്ങിച്ചാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാം. പിന്നെ അടുക്കള കഴിക്കുമ്പോൾ പ്രധാനമായിട്ട് എനിക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് വെക്കാൻ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചു. ഫൈനലി ഇതേ ഇപ്പം പറയുമല്ലോ 3D ബെഡ്ഷീറ്റ് എന്നൊക്കെ. എനിക്ക് പേരറിയത്തില്ല, മുത്തോണീസ് കമൻറ്റ് കൊള്ളാമോ ഇല്ലയെന്ന് പറയണേ.